പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ വിലപ്പെട്ട ഒരു അറിവാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് സ്ത്രീജനങ്ങൾ സന്ധ്യാസമയത്ത് നിർബന്ധമായിട്ടും ജപിച്ചിരിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. ഞാൻ പറയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 80% പേർക്കും ഈ മന്ത്രം അറിഞ്ഞുകൂടായിരിക്കാം എന്നുള്ളതാണ് വാസ്തവം. ഇത് കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക്, മക്കളുടെ ഗുണത്തിന്, ഭർതൃഗുണത്തിന്, കുടുംബത്തിൽ ഉള്ള മറ്റുള്ള അംഗങ്ങളുടെ ഗുണത്തിന്, സ്വന്തം അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഐശ്വര്യവർദ്ധനവിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയിട്ട് ജപിക്കേണ്ടുന്ന മന്ത്രമാണ്. ഇത് പുരുഷന്മാർക്കും ജപിക്കാവുന്ന മന്ത്രമാണ്. പക്ഷേ സ്ത്രീജനങ്ങൾ ജപിക്കുമ്പോൾ ഇതിന് ഇരട്ടി ഗുണമാകുന്നു. സ്ത്രീ ശബ്ദത്തിലുള്ള മന്ത്രത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണിത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പണ്ടുള്ള തറവാടുകളിൽ ഏതൊരമ്മയും നിത്യവും ജപിച്ചു പോന്നിരുന്ന ഒരു മന്ത്രമാണിത്. പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് പാരമ്പര്യ മന്ത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പൊതുവിൽ ആൾക്കാർ പരസ്പരം പറഞ്ഞു കൊടുക്കുന്നതോ ബുക്കുകളിൽ എഴുതി കാണുന്നതോ ആയ മന്ത്രമല്ല. ഇന്ന് തറവാട്ടിലുള്ള സ്ത്രീജനങ്ങൾക്ക് അറിയാം, അവരുടെ തറവാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരത് ചൊല്ലിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ക്ഷയിക്കാത്ത തറവാടുകളിലെല്ലാം തന്നെ ഈ മന്ത്രം നിത്യവും ഉരുവിട്ട് പോരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാർക്കും ഇത് ജപിക്കാവുന്നതാണ്. അവർ നിത്യ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ സ്ത്രീജനങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു മന്ത്രമാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ പറയുന്നത് വീട്ടിലെ മഹാലക്ഷ്മിയാണ് എന്നാണ് പറയുന്നത്. കാര്യം സ്ത്രീയുടെ നാവിൻ തുമ്പിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി സാന്നിധ്യം മാത്രമല്ല, ചിലപ്പോൾ മൂശേട്ടയുടെ സാന്നിധ്യമുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. ഇത് തമാശയായിട്ട് പറയുന്നതാണ് എങ്കിലും സന്ധ്യാസമയത്ത് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞു കഴിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ചിലപ്പോൾ ജ്യേഷ്ഠ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാകാം എന്നുള്ളത് വാസ്തവം കൂടിയാണ്. കാര്യം സന്ധ്യാസമയത്ത് സദ്വാർത്തകൾ തന്നെ പറയണം, പ്രഭാതത്തിലും പ്രദോഷത്തിലും. അല്ലാതെ ജപമില്ലാതെ, കുളിയില്ലാതെ, നിത്യവന്ദനാദികളൊന്നും ഇല്ലാതെ പ്രാഗിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ലക്ഷ്മി ഭാവത്തിൽ കാണാൻ പറ്റുമോ? സ്ത്രീകൾക്ക് തന്നെ കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന നമ്മളെ സഹകരണ സംഘം ഒന്നും അല്ല കേട്ടോ, കുടുംബത്തിലെ സ്ത്രീ ആയിട്ടുള്ള ആള് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു ശ്രേഷ്ഠയായ സ്ത്രീയെ വാഴ്ത്തുന്നത്. അവരുടെ നിത്യജപത്തില് ഇത്തരം മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദേവീ കടാക്ഷം വലുതായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ആ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഇവർ ഈ മന്ത്രം ജപിച്ച് തുടങ്ങിയതോടുകൂടി ആ പ്രശ്നങ്ങളുടെ ആദ്യം ലഘുത്വം വരുന്നു, പതിയെ പതിയെ പ്രശ്നം ഇല്ലാതായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തറവാടുകളിലെ നിത്യജപത്തിൽ നിർബന്ധമായ ഒരു കൂട്ടിക്കലർത്തിയിരുന്ന ഒരു മന്ത്രം. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഗുണം കിട്ടും എന്നുള്ളത് കൊണ്ടോ മറ്റോ ആയിരിക്കാം ഇത് തറവാട്ടുകളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ വിലക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് അറിയാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയാണ്. ആദിപരാശക്തിയുടെ ഊർജ സാന്നിധ്യത്തെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വൈകുന്നേര സമയത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ച് നിലവിളക്കിലെ ജ്വാലയിൽ ഓങ്കാരത്തെ സങ്കല്പിച്ച്, അതിൽ ഓമിനെ സങ്കല്പിച്ച് അല്ലെങ്കിൽ ദേവിയെ സങ്കല്പിച്ച് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. 18 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ചിലർ പറയും, എനിക്ക് വൈകുന്നേരം സമയമില്ല, രാവിലെ ഈ മന്ത്രം ജപിച്ചോട്ടെ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും രാവിലെ ജപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സന്ധ്യയ്ക്ക് ജപിച്ചാൽ ഇരട്ടി പുണ്യം എന്നതാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ഞാൻ പറയുന്നത് ഈ മന്ത്രം അധികം പേരെടുത്ത് നിങ്ങളും പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതാണ്. അതായത് സ്ത്രീജനങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ഒരു രീതി ഇതിനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. പക്ഷെ നിങ്ങൾ ഒരാളെ ഉപദേശിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് ഇത് വരണ്ട എന്നുള്ളതാണ് കാര്യം. ഇതിന് അങ്ങനെ ഒരു താളിയോലകളിലും മറ്റൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ എഴുതും കാതോട് കാത് ജപിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് എഴുതി കാണുന്നുണ്ട്. അതുകൊണ്ടാണ്
ഞാൻ അത് പറഞ്ഞത്. അങ്ങനെ പണ്ട് മന്ത്രങ്ങൾ പറയുന്ന കാതിന്ന് മറ്റൊരാളുടെ കാതിലോട് പറഞ്ഞു പോകുന്ന രീതിയാണ്. ഒരാൾ പറയും, ഒരാളുടെ ചെവി എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന രീതി. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട എന്നുള്ളതാണ് അവിടെ സങ്കല്പം പറഞ്ഞേക്കണം. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഈ മന്ത്രം ഞാൻ പലർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം അതിന് ശേഷം ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത സമാധാനം കിട്ടുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ നല്ല പുണ്യങ്ങൾ വരുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്തായാലും ഇത് ജനങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളൊരു മന്ത്രം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മന്ത്രം ഞാനൊന്ന് എഴുതി കാണിക്കാം, പറഞ്ഞുതരാം. ഇത് പൂർണ്ണമായിട്ട് ജപിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും കേട്ടോ. മന്ത്രം എങ്ങനെയാണ്? ഓം ശ്രീയേ ജാതശ്രീയേ ജഗത്മാതാ ജഗദംബികാം മമ കുടുംബ സൗഭാഗ്യം ആയുരാരോഗ്യ സിദ്ധിദം നിത്യം നിത്യം വർദ്ധയ വർദ്ധയ. അതായത് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് വിളക്ക് നാളത്തിലേക്ക് നോക്കിയിട്ടാണ് നമ്മളിത് ജപിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ. ഇന്ന് ചില ചിട്ടകളൊക്കെ പറയുന്നുണ്ട്. കുളിച്ച് ശുദ്ധമായിട്ടാണ് നമ്മളിത് ജപിക്കേണ്ടത്. ഇതിന് 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മത്സ്യമാംസാദികളെല്ലാം കഴിച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് വന്ന് ഈ മന്ത്രം പറയാന്ന് പറഞ്ഞാൽ ഇതിൽ ഗുണം കിട്ടില്ല. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ മത്സ്യമാംസാദികൾ കഴിക്കാവൂ, എങ്കിലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചെറിയ നിബന്ധനകൾ ഈ മന്ത്രത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് പാലിക്കാവുന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് നല്ല മെച്ചമല്ലേ കിട്ടുന്നത്. അപ്പൊ ഇപ്രകാരം നിങ്ങൾ ജപിക്കൂ, നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കുടുംബത്തിലെ അന്തഛിദ്രങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹം ഉണ്ടാവുക, കുട്ടികളുമായിട്ട് മാനസികപരമായിട്ട് പൊരുത്തം ഉണ്ടാവാതിരിക്കുക, വീടിനകത്ത് എപ്പോഴും അസ്വസ്ഥതകൾ നിറഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമതകൾ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. നിങ്ങളിതൊന്ന് ജപിച്ചു തുടങ്ങിക്കോളൂ. പതിയെ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നതും നിങ്ങളുടെ തന്നെ ദേഷ്യമൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് വലിയ ക്ഷമയൊക്കെ വരുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ചില പ്രകൃതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടുന്നതും എല്ലാത്തിനെയും സൗമ്യ മനോഭാവത്തോടു കൂടി ദേവീ സാന്നിധ്യം നമുക്ക് പറയുന്നതിൽ തന്നെ ഒരു വലിയൊരു പക്വത നമുക്ക് കൂടുതലായിട്ട് നിഴലിക്കുന്നതായിട്ടൊക്കെ കാണാം. വലിയ ഒരു സിദ്ധി ഇതിന്ന് കിട്ടുന്നത് പോലെ എനിക്ക് പലരിലും ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.